വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ വെങ്കടേഷ് പെരുമാൾ. ഇതിൽ രാഷ്ട്രീയം തീർച്ചയായും കലർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന സംശയമുണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും മുന്നോട്ട് ചലിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ സിനിമാ മേഖലയാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ ഈ പ്രക്ഷോഭത്തിലും അവിടുത്തെ സിനിമാ മേഖലയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഇടപെടലിനെ ഏതു തരത്തിലാണ് വ്യാഖ്യാനിക്കാനാവുക? ഇതുവരെ കണ്ടുവരുന്ന ആക്ച്വലി ഈ പ്രക്ഷോഭം ഈ കാണുന്ന ഈ ഒരാഴ്ച നടന്നൊന്നുമല്ല. ഇത് ഈ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം തുറന്ന് ഈ പെരിയാർ മുതൽ അണ്ണാ കരുണാനിധി വരെ ഈ ദ്രാവിഡം എന്ന് തമിഴ് ജനതയുടെ ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ ഇത്രയും പഴയതാണ്, നമുക്ക് ചിലപ്പതികാരമുണ്ട്, തിരുവള്ളൂരുണ്ട് എന്ന് പറഞ്ഞു വന്നതിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഈ കണ്ടത്. ഈ പോരാട്ടം കാണാൻ അവർ നമ്മുടെ പാരമ്പര്യമിക്ക ഒരു ഇതിനെ ഇവരെല്ലാം കൂടെ നശിപ്പിക്കുന്നു. പേറ്റ എന്നുള്ള സംഘടന വന്ന് നിർത്തലാക്കുന്നു, ജല്ലിക്കെട്ട് നിർത്തലാക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തിലാണ് ഇവർ കൈവച്ചേക്കുന്നത്. പാരമ്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല എന്നുള്ള ആ തോന്നൽ കൊണ്ടാണ് എല്ലാവരും ജനക്കൂട്ടം ഫുള്ളും എല്ലാം ഇവിടെ മെറിന ബീച്ചിൽ തിങ്ങിക്കൂടിയതും പല ഭാഗത്ത് പോരാടിയതും. പക്ഷേ എല്ലാവിധവും ഈ സിനിമാക്കാർ എപ്പോഴും ഇവർ മുന്നിലുണ്ടാവും. പക്ഷേ ഈ പോരാട്ടത്തിൽ എല്ലാവരും വളരെ ക്ലിയർ ആയിരുന്നു. കമലഹാസനാകട്ടെ രജനീകാന്ത് ആകട്ടെ, കമലഹാസൻ പറഞ്ഞു ഈ പോരാട്ടത്തിൽ ഉള്ളത് സ്റ്റുഡൻസ് ആണ്, ഇവിടുത്തെ ജനതയാണ്, അവരാണ് ഇതിന്റെ സ്റ്റാർ, നമ്മൾ വലിയ സ്റ്റാർ അല്ല, നമ്മൾ പുറകിൽ നിൽക്കുന്ന നമ്മൾ കാഴ്ചക്കാർ മാത്രം, നമ്മൾ കാഴ്ചക്കാരായി തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് അവരുടെ പോരാട്ടം എല്ലാം അവരുടെ സിനിമാ സംഘടനയുടെ അവിടെ തന്നെ വെച്ച് നടത്തി, അവരവിടെ തന്നെ നിർത്തി. ഇത് കഴിഞ്ഞിട്ട് ഇത് പോരാട്ടം നിർത്തുമ്പോൾ ആഹ്വാനം ചെയ്യുമ്പോൾ രജനീകാന്ത് എല്ലാവരും ആഹ്വാനം ചെയ്തു. അവരെല്ലാവരും പറഞ്ഞു ഈ പോരാട്ടങ്ങൾക്കുള്ളത് സ്റ്റുഡൻസ് ആണ്, പിന്നെ ഇവിടുത്തെ ജനതയാണ്, അവരുടെ വികാരമാണ്, അവരാണ് ഇതിലെ വലിയ സ്റ്റാർ, നമ്മൾ എല്ലാവരും പുറകിലുള്ള കാഴ്ചക്കാർ മാത്രം എന്ന് തെളിയിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ഈ പോരാട്ടത്തിൽ അവരുടെ രാഘവ ലോറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും വലിയ സ്റ്റാറുകളൊന്നും ഇല്ലാണ്ട് ഈ സംഘടന അവരുടെ ഒരു കൂട്ടായ്മ, ഈ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ഉള്ള ഒരു കൂട്ടായ്മയുടെ ഫലമായാണ് ഈ കാണുന്ന ലോ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. അടിയന്തിരമായി വളരെ പെട്ടെന്ന് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുമോ? കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഇത് മുഖ്യമന്ത്രിയുടെ വിജയമാണ് എന്ന്. പക്ഷേ ആ നിലയ്ക്ക് കാണാൻ കഴിയുമോ? അത്ര വലിയൊരു പ്രക്ഷോഭം നടന്നു കഴിഞ്ഞു, പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി, പോലീസ് തന്നെ ഈ കലാപത്തിലൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെയൊക്കെ നിലവിലെ സർക്കാരിൻ്റെ വിജയമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക? നിലവിലെ സർക്കാരിൽ ഇപ്പോൾ ഉള്ള പന്നീർസെൽവത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന് ഒരു ചീഫ് മിനിസ്റ്റർ പോസ്റ്റ് ആണെങ്കിൽ പോലും ചെയ്യുന്നത് ശശികലയാണ് എന്നുള്ള ധാരണ എല്ലാവർക്കും പൊതുവെ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഈ പോരാട്ടങ്ങളും ഇത് ഹാൻഡിൽ ചെയ്ത വിധവും ഡൽഹിയിൽ പോയി സംസാരിച്ച വിധവും അത് നേടിക്കൊണ്ടുവന്ന വിധവും പന്നീർസെൽവം എങ്ങനെ സാധിച്ചാലും പക്ഷേ തമിഴ്നാട് ചരിത്രത്തിൽ പന്നീർസെൽവത്തിന്റെ പേര് വന്നിരിക്കുന്നു. കാരണം അദ്ദേഹം എത്ര സാധുവായി ചിരിച്ചുകൊണ്ട് സംസാരിച്ച് പക്ഷെ കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് ഇപ്പൊ തമിഴ്നാട്ടിൽ കാണുന്ന ഈ ലീഡർഷിപ്പ് വേക്കൻസി ഒരു ലീഡർഷിപ്പിന്റെ ഒരു അപാകത കാണുന്നുണ്ട്. കാരണം ജയലളിത പോയതോടുകൂടെ കരുണാനിധി കുറച്ച് സുഖമില്ലാതായതുകൊണ്ട് ഇപ്പൊ സ്റ്റാലിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഈ പോരാട്ടങ്ങളിലും ഇതിൽ വിജയത്തിലൂടെ എനിക്ക് തോന്നുന്നു പന്നീർസെൽവം അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ മേലുള്ള സ്ഥിരമായിട്ടുള്ള വിശ്വാസം കൂടെ വർദ്ധിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. ഇത് തന്നെ കാരണം അത് നിയമമാക്കിയത് കൊണ്ട് അങ്ങനെ താങ്കൾ വിചാരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഗായിക ശ്രീമതി ചിത്ര അയ്യർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ചിത്ര അയ്യർ, ഈ പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ മൃഗസ്നേഹികളുടെ സംഘടനകളെല്ലാം നിശബ്ദരായി. അതിന്റെ എല്ലാം തുടർച്ചയായാണ് കേൾക്കാമോ ശ്രീമതി ചിത്ര അയ്യർ? ഈ പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ മൃഗസ്നേഹികളുടെ സംഘടനകളെല്ലാം നിശബ്ദരായി. അതിന്റെ തുടർച്ചയായാണ് ജനക്കൂട്ടത്തിന്റെ ഒരു ആവശ്യം നിയമമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും അത് സംസ്കാര സംരക്ഷണത്തിന്റെ ഭാഗമായൊക്കെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ പൂർണ്ണമായി ഇത് ഒരു ജനക്കൂട്ടത്തിന്റെ ആവശ്യം എന്ന നിലയ്ക്ക് മാത്രം കരുതിയാൽ അത് നിയമമായി വരുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ
ഇത് ഇങ്ങനെ ഒരു നിയമം ആവാൻ പാടില്ല. ബിക്കോസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്റ്റേറ്റിലും അവരവരുടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. ന്യൂ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ എന്താണ് പറയാ കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ വെള്ളം വെക്കാൻ തുടങ്ങും. ഈ സാധാരണ നമ്മുടെ വീട്ടുകളിലൊക്കെ ചെറിയ ഉണ്ടാവില്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാഢ്യം പിടിച്ച് അവിടെ നിലത്തുരുണ്ട് കളിച്ച് എനിക്കിപ്പോ വേണമെങ്കിൽ വേണം, ഞാനിപ്പോ ഇവിടുന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞ് കരഞ്ഞ് ബഹളം കുട്ടികൾക്ക് അവിടെ സംസാരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അതൊരു എന്തിനാ ഒരു സെൻസിബിൾ തീരുമാനമാവണമെന്നില്ല. ഇപ്പൊ അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫാമേഴ്സിന്റെ ഒരു പ്രശ്നം, അവരുടെ ശരിയായ പ്രോബ്ലംസ് എന്താണ്, അതിനെ മെയിൻ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരുന്നു ഈ പ്രശ്നം എന്താ പറയാ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ. ഇതല്ല, ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് സ്പോർട്ട്, ഇത് നമ്മളുടെ കൾച്ചറാണ്, ഇത് നമ്മളുടെ ട്രഡീഷൻ ആണെന്നും പറഞ്ഞ് ഞാനും തമിഴത്തിയാണ്. വി ഡോണ്ട് സെലിബ്രേറ്റ് ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ജല്ലിക്കെട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. തമിഴിയൻസ് എല്ലാവരും ഒരു ചെറിയൊരു പോർഷൻ ഓഫ് ദ തമിഴ് പോപ്പുലേഷൻ സെലിബ്രേറ്റ് ജല്ലിക്കെട്ട്. ഇപ്പൊ അത് മീഡിയ ഭയങ്കരമായിട്ട് അതിനെ എന്താ പറയുക ഒരു സ്പോർട്ട് എന്ന നിലയ്ക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ബട്ട് ശരിക്കും അത് നോക്കുകയാണെങ്കിൽ ദ കൈൻഡ് ഓഫ് ടോർച്ചർ ആൻഡ് ദ ടോർമെന്റ് ദാറ്റ് ദി ആനിമൽ സഫറിങ്, ഒരു ബുള്ളിനെ വെച്ച് നമ്മൾ അതിനെ ഇങ്ങനെ ചിത്രപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്പോർട്ട്, അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ജല്ലിക്കെട്ട് ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇൻഡിജിനസ് ബ്രീഡ് കാറ്റിനെ നമ്മൾ സംരക്ഷിക്കും, അല്ലെങ്കിൽ ആ കാറ്റിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. അതിന് ജല്ലിക്കെട്ടിന്റെ ആവശ്യമില്ല. നമ്മളുടെ ബ്രീഡ് ഓഫ് കാറ്റിനെ നോക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫാമേഴ്സിന്റെ പ്രോബ്ലംസിനെ പരിഗണിക്കാൻ നമുക്ക് ജല്ലിക്കെട്ടിന്റെ ആവശ്യമില്ല. പക്ഷേ അതാണ് തീർച്ചയായും ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആ വാദങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം ഈ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പരിപാടികളുണ്ട്. മൃഗങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന, വിനോദോപാധിയായി നടത്തുന്ന പല പരിപാടികളുമുണ്ട്. പക്ഷേ അതിലൊക്കെ മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്ക് വ്യത്യസ്ത സ്വഭാവമാണുള്ളത്. ഇതിനെല്ലാം ഒരേ തലത്തിൽ കണ്ടുകൊണ്ടാണ് പേറ്റയുടെ ഹർജിയിന്മേൽ വിധി ഉണ്ടായിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത് കൃത്യമായ പഠനമില്ലാതെ ഉണ്ടായ ഒരു കോടതിയുടെ നിലപാട് എന്ന നിലയ്ക്കാണ് ഇതിനെ വിലയിരുത്തുന്നത്. ആ പഠനമില്ല, അതുകൂടി കൊണ്ടായിരിക്കില്ല ഈ പ്രക്ഷോഭം എല്ലാം ഉണ്ടാവുന്നത്. ഹലോ, അതൊക്കെ കൂടിക്കൊണ്ടായിരിക്കില്ല ഈ പ്രക്ഷോഭം ഉണ്ടാവുന്നത്. ഒരു മാസ് ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ബട്ട് ആ മാസ് ഹിസ്റ്റീരിയയുടെ ബാക്കിൽ ഉണ്ടായിരുന്നത് ഒരു എന്താ പറയാ അത്രയും സ്റ്റഡീഡ് ആയിട്ടുള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസിസ് ഒന്നും ഇല്ല എന്നാണ് ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ വേറെ ആരെയോ പീറ്റേനെയോ ഒരു ആദ്യം കോട്ട് ചെയ്യുന്നതല്ല, ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ ഈ കോടതി വിധി ഉണ്ടായതിനെയും ഇവിടെ, അതായത് മുമ്പ് കോടതിയുടെ സുപ്രീം കോടതിയുടെ നിലപാടുണ്ടായതിനെയും വിമർശിച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം അതിലും കൃത്യമായ പഠനമുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത എന്നത് ഇപ്പോൾ സ്പെയിനിലേക്കുള്ള ക്രൂരത പോലെ അതിന് സമാനമായ ഒരു ക്രൂരതയായി ഇതിനെ വിലയിരുത്താൻ കഴിയുക എന്ന സംശയമാണ് ചർച്ചയിൽ തന്നെ പലരും പങ്കുവച്ചത്. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. എന്താ എനിക്ക് മനസ്സിലായില്ല, ഇത് ക്രൂരത അല്ലാന്നോ? അതെ 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 അത് ഇതിനെ അതിനെ മറ്റ് അതായത് ഓരോ സംസ്ഥാനത്തും മൃഗങ്ങളുടെ ഇത്തരം വിനോദത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ പലതും നടക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാൽ ഇത് ഒരു വലിയ ക്രൂരതയായി വിലയിരുത്താൻ കഴിയില്ല എന്ന് ചർച്ചയിൽ തന്നെ പങ്കെടുത്തവർ പറഞ്ഞു. അവർ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കോടതി വിധി ഉണ്ടായിട്ടുള്ളത് കൃത്യമായ പഠനമില്ലാതെയാണ്, വളരെ എളുപ്പത്തിലാണ്. ഇപ്പോൾ പീറ്റയുടെ ആ ഹർജിയിന്മേലുണ്ടായ കോടതി വിധിയെല്ലാം വളരെ എളുപ്പത്തിൽ വന്നതാണ്, ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല എന്ന വിമർശനമാണ് ഉയർന്നത്. ഇതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എണീറ്റ് എടുത്ത തീരുമാനമൊന്നുമല്ല. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഏതൊരു കേസും അവരുടെ മുമ്പിൽ പോകുമ്പം അതിനുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇല്ലെങ്കിൽ അതിനെ അവർ എന്റർടൈൻ ചെയ്യില്ല. അങ്ങനെ സോളിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഐ ഹാവ് ഫേം ഫെയ്ത്ത് ഇൻ. ഞാൻ തിരിച്ചു വരാം. ശ്രീ വെങ്കടേഷ് പെരുമാളിന് ഇടപെട്ട് സംസാരിക്കാനുണ്ട്. ചെറിയ ലാഗുണ്ട്, ദയവായി കേട്ട് നിൽക്കണം. ഒരു 7 സെക്കൻഡിനകം ശ്രീ വെങ്കടേഷ് പെരുമാൾ ഇതിനോട് പ്രതികരിക്കും. അതെ,
അതായത് ഇപ്പോൾ ജല്ലിക്കെട്ടിനെ കുറിച്ച് ഇവർക്കുള്ള എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന